കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ ക്യാമ്പസുകളിൽ ഇപ്പോൾ ഈയിടെ തിരുവനന്തപുരം കേരള സർവകലാശാലയിലെ ക്യാമ്പസിൽ നമുക്ക് പ്രതിനിധികളെ MSFന് സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ പുതിയ കാലഘട്ടത്തിലും ക്യാമ്പസുകളിലേക്ക് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ മുന്നോട്ട് വെക്കുന്ന നയങ്ങൾ സ്വീകാര്യമാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. MSF അത് ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും മാർഗത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥി സമൂഹത്തിൽ മൂല്യച്യുതി ഒരു വലിയ ഭീഷണിയായി നേരിടുമ്പോൾ, ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ സാഹിബിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ആ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. മൂല്യച്യുതി അത് വിദ്യാർത്ഥി സമൂഹത്തിൽ ഒരു വലിയ പ്രതിസന്ധിയായി ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. യഥാർത്ഥ മൂല്യങ്ങളുടെ പാതയിലൂടെ വിദ്യാർത്ഥി സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കഠിനമായിട്ടുള്ള പ്രയത്നങ്ങളും പരിശ്രമങ്ങളും അത് ആവശ്യമായി വന്നിട്ടുള്ളൊരു കാലമാണിത്. അവിടേക്ക് കാലങ്ങൾക്ക് മുമ്പേ തന്നെ MSF തുടക്കം കുറിച്ചിട്ടുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയത്തിലൂടെ, മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാർത്ഥിത്വത്തിലൂടെ, രാഷ്ട്രീയം എന്നതിനും അപ്പുറത്ത് പുതിയ കാലഘട്ടത്തിൽ ക്യാമ്പസുകളിൽ നമുക്ക് കാഴ്ചവെക്കേണ്ടതാണ് വിദ്യാർത്ഥിത്വം, മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാർത്ഥിത്വം. അത് കാഴ്ചവെക്കുവാനുള്ള പരിശ്രമങ്ങൾ MSFനെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം നമുക്ക് അതിനു വേണ്ടിയുണ്ട്. മഹാനായ CH മുതുവായ സാഹിബിൻ്റെയും ഷിദി സാഹിബ് തുടങ്ങിയിട്ടുള്ള മഹോന്നതരായിട്ടുള്ള നേതാക്കളുടെയൊക്കെ ആ ഒരു പാരമ്പര്യവും അവരുടെ മാതൃകയും നമ്മുടെ മുമ്പിൽ വളരെ സ്പഷ്ടമായി ഇന്നും നിലകൊള്ളുകയാണ്. അത് AI ടെക്നോളജിയുടെ ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥി സമൂഹത്തിൽ അത് കൂടുതൽ നമുക്ക് പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവണതകളെ നമുക്ക് മാറ്റിവെക്കുവാൻ സാധിക്കുകയില്ല. മുമ്പ് പരീക്ഷയ്ക്ക് കാണാതിരുന്ന് പഠിക്കുക, എഴുതുക, പരീക്ഷ പാസ്സാകുക എന്നതായിരുന്നല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതിലപ്പുറത്ത് AI ടെക്നോളജിയിലൂടെ ആണ് നമുക്ക് വിദ്യാഭ്യാസത്തെ പുതിയ കാലത്ത് നമുക്ക് അഭ്യസിക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ അറിവിലൂടെ, നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് റോബോട്ടുകളെ സൃഷ്ടിക്കുവാൻ സാധിച്ചു. ടെക്നോളജിക്കലായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ വളർച്ചയിലൂടെ റോബോട്ടുകളെ മനുഷ്യനുണ്ടാക്കിയതാണ്. ഇന്നിപ്പോൾ എന്താ ചെയ്യുന്നത്? ആ റോബോട്ടുകളാണ് ഇപ്പോൾ തിരിച്ച് മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. റോബോട്ടുകളാണ് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോബോട്ടുകളാണ് ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാക്ടറികളിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് റോബോട്ടുകളാണ്. ഇങ്ങനെ സർവം റോബോട്ട് മയമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് പലപ്പോഴും നമുക്ക് സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വത്തെ വീണ്ടെടുക്കുവാനുള്ള മാർഗങ്ങൾ, അതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. റോബോട്ടുകൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചേക്കാം, പക്ഷേ മനുഷ്യൻ ചെയ്യുന്നത് പോലെയുള്ള കൃത്യതയോടെ, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് പോലെയുള്ള ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരികയില്ല. നിങ്ങളെല്ലാവരും വിദ്യാഭ്യാസം നേടി ഉന്നത തലങ്ങളിലേക്ക് എത്തേണ്ടവരാണ്. അവിടെ ഉത്തരവാദിത്വ ബോധത്തോടെ നിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം വളരെ പ്രധാനമല്ലോ. നല്ല ഡോക്ടറാവുന്നതോടൊപ്പം തന്നെ നല്ല മനുഷ്യനായിട്ടുള്ള ഡോക്ടറാവണം. നല്ല എഞ്ചിനീയർ ആകുന്നതോടൊപ്പം നല്ല മനുഷ്യനായ എഞ്ചിനീയർ ആകണം. നല്ല രാഷ്ട്രീയ നേതാവാകുന്നതോടൊപ്പം നല്ല മനുഷ്യനായ രാഷ്ട്രീയ നേതാവാകണം. പണ്ട് ന്യൂയോർക്ക് ടൈംസ് ഒരു ഫോട്ടോഗ്രാഫറെ, ഉഗാണ്ടയിൽ, നൈജീരിയയിലും വലിയ പട്ടിണി ഉള്ള ഒരു സമയമാണ്. ജനങ്ങളവിടെ പട്ടിണി കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസ് അവരുടെ ഫോട്ടോഗ്രാഫറെ ആഫ്രിക്കയിലേക്ക് അയച്ചു. ഫോട്ടോഗ്രാഫർ നല്ലൊരു പടം എടുത്തു. ആ പടം എന്താ വെച്ചാൽ, പട്ടിണി കിടന്ന് നരകിച്ച ഒരു മനുഷ്യൻ, അയാളിങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ്. ഭക്ഷണം എവിടെയും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഇഴഞ്ഞ് നീങ്ങുന്നു. അയാളുടെ പിന്നാലെ ഒരു കഴുകനും പറക്കുന്നുണ്ട്. കഴുകൻ്റെ ലക്ഷ്യം എന്താണ്? ഇയാളൊന്ന് മരിച്ചു കിട്ടിയാൽ കഴുകനെ അയാളെ ഭക്ഷിക്കാം. കഴുകന്മാരങ്ങനെ ശവന്തീനികളാണല്ലോ കഴുകന്മാർ. അപ്പോൾ ഫോട്ടോഗ്രാഫർ അത് വളരെ ഭംഗിയായി അത് ചിത്രീകരിച്ചു. ന്യൂയോർക്ക് ടൈംസിൽ അത് പിന്നീട് പിറ്റേന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ലോകതലത്തിൽ വലിയ തരത്തിലുള്ള പ്രശംസ ആ ഫോട്ടോക്ക് കിട്ടി. പക്ഷേ
ഫോട്ടോ ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ആളുകൾ ചോദിച്ചു, ഈ മനുഷ്യന് പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ പൊട്ടിനെടുക്കുന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു? ന്യൂയോർക്ക് ടൈംസിന്റെ ഫോട്ടോഗ്രാഫറെ അന്വേഷിച്ചു, കിം കാർട്ടർ എന്നുള്ള ഫോട്ടോഗ്രാഫർ. പലരും അയാൾ വിളിച്ച് ചോദിച്ചു, എന്താ ആ മനുഷ്യന് എന്ത് പറ്റിയെന്ന്. അയാൾ പറഞ്ഞു, അതൊന്നും എൻ്റെ പണിയല്ല, എനിക്ക് പണി ഫോട്ടോ എടുക്കലാണ്, ഞാൻ ഫോട്ടോ എടുത്തു, അതല്ലാതെ ആ മനുഷ്യന് എന്ത് പറ്റിയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ അന്ന് ലോകം വിധി എഴുതിയത് അയാൾ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവാം, നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, ബട്ട് ഹീസ് നോട്ട് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. അയാൾ നല്ലൊരു മനുഷ്യനല്ല എന്നാണ് അന്ന് ലോകം വിലയിരുത്തിയത്. അപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ കഴിവ് തെളിയിക്കുമ്പോഴും അതിനപ്പുറത്ത് നമ്മൾ മനുഷ്യത്വത്തെ തെളിയിക്കേണ്ടത്, മനുഷ്യ സ്നേഹത്തെ തെളിയിക്കേണ്ടതുണ്ട്. MSF മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥി സമൂഹത്തിൽ ക്യാമ്പസുകളിലൊക്കെ അടിപിടിയും അക്രമവും അതിനൊക്കെ ശ്രമിക്കുന്ന പല വിഭാഗങ്ങളുമുണ്ടല്ലോ. അവിടെയൊക്കെ മനുഷ്യത്വത്തെയും മനുഷ്യ സ്നേഹത്തെയും സാഹോദര്യ ബോധത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിക്കണം. കാരണം രാജ്യത്തെ രാഷ്ട്രീയത്തെ തന്നെ, രാജ്യത്തിൻ്റെ ഭരണത്തെ തന്നെ മറ്റൊരു തരത്തിലേക്ക് വഴി തിരിച്ചുവിടുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ജാതിയുടെ, മതത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ പേരിൽ അകൽച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ്. ഈ ക്യാമ്പസുകളിൽ തന്നെ പലപ്പോഴും അത് പ്രകടമാകാറുണ്ട്. പല ഉത്തരേന്ത്യൻ ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികൾ നമുക്കുണ്ടല്ലോ. അവിടെയൊക്കെ ക്യാമ്പസുകളിൽ അവർക്ക് നേരിടേണ്ടി വരുന്നില്ല പല തരത്തിലുള്ള ദുഷ്പ്രവണതകൾ, ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിൽ അവരെ അകറ്റി നിർത്തപ്പെടുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ മനോഭാവങ്ങളിലൂടെ മനുഷ്യ സ്നേഹത്തെ സ്ഥാപിച്ചെടുക്കുവാനുള്ള പ്രവർത്തനം, അതാണ് CHും സീതി സാഹിബൊക്കെ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറ നവാസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ, അതുപോലെ തന്നെ കോഴിക്കോട്ടെ നമ്മുടെ നേതാക്കൾ, നമ്മുടെ ഫിനാസിൻ്റെയും അതുപോലെ തന്നെ സാഹിബിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന അവരുടെയൊക്കെ ആ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് നേതാക്കന്മാരുടെ ഉന്നതമായിട്ടുള്ള മാതൃകകളാണ്. അത് ഈ കാലഘട്ടത്തിലും നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന്